കോഴിക്കോട് മാവൂരിൽ കാട്ടുപന്നി ശല്യത്തിൽ വലഞ്ഞ കർഷകർ. ഓരോ ദിവസവും മാവൂർ പാടത്തെ 100ഓളം കർഷകരുടെ കാർഷിക വിളകളാണ് വ്യാപകമായി കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത്. കൃഷിനാശം രൂക്ഷമായതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് മാവൂർ പാടത്തെ കർഷകർ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മാവൂർ അങ്ങാടിയോട് ചേർന്നുള്ള മാവൂർ പാടത്ത് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വ്യാപകമായി കൃഷിനാശം സംഭവിക്കാൻ തുടങ്ങിയിട്ട് കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നികൾ നെല്ലും വാഴയും ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ ഓരോ ദിവസവും വ്യാപകമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷമുള്ള അതേമാതിരി തന്നെ ഈ വർഷം കുറച്ചധികമാണ്. നെല്ലായാലും വേറെല്ലായാലും എന്ത് സാധനമായാലും പന്നി നിരത്താണ് കിടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ ആർക്കും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ. ഞങ്ങളിവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട്, മറ്റുള്ള ചെയ്യുന്നുണ്ടെന്നല്ലാതെ ഒരാളെ പറഞ്ഞയച്ച് രാത്രിയിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ശരിക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റുന്ന സ്ഥലമാണ്. വയലിലാണ് കിടക്കുന്നത് ഫുൾ എല്ലാ ദിവസവും. ഇത്തവണ കാലം തെറ്റിപ്പെയ്ത മഴയെല്ലാം അതിജീവിച്ചാണ് മാവൂർ പാടത്തെ കർഷകർ കാർഷിക വിളകൾ നല്ല രീതിയിൽ വിളയിച്ചെടുത്തത്. ഏറെ ലാഭപ്രതീക്ഷയോടെ ചെയ്തിരുന്ന കൃഷികൾ അത്രയും കാട്ടുപന്നികൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെ മിക്ക കർഷകരും വലിയ കടക്കണിയിലായിട്ടുണ്ട്. നെല്ലെല്ലാം വളരെ മോശമാക്കി ചവിട്ടി മതിച്ചായിട്ട് രാവിലെ പാടത്തേക്ക് ഇറങ്ങാൻ തന്നെ കഴിയുന്നില്ല. കാരണം പൂളയും എല്ലാ കൃഷി ഇഷ്ടംപോലെ ഉണ്ടാക്കും എല്ലാം, പക്ഷെ നമുക്ക് അത് വിളവെടുക്കാൻ കഴിയുന്നില്ല. മാവൂർ പാടത്തെ മിക്ക കൃഷിയിടങ്ങളിലും കൃഷികളെല്ലാം പാടെ നശിച്ച നിലയിലാണ്. മാവൂർ പാടത്തോട് ചേർന്നുള്ള ഗ്രാസിം ഫാക്ടറിയുടെ ഫൈബർ ഡിവിഷൻ നിലനിന്ന സ്ഥലത്തെ കാട് പിടിച്ച ഇടങ്ങളാണ് കാട്ടുപന്നികൾ താവളമാക്കി വിഹരിക്കുന്നത്. ഇവിടെ നിന്നും രാത്രിയായാൽ തൊട്ടടുത്തുള്ള മാവൂർ പാടത്തേക്ക് കാട്ടുപന്നികൾ കൂട്ടമായി എത്തും. പിന്നെ പാടത്തും തൊട്ടു ചേർന്നുള്ള പറമ്പുകളിലുമെല്ലാം കൃഷികളൊക്കെ നശിപ്പിക്കുകയാണ് പതിവ്. നമ്മൾ പലപ്പോഴായിട്ട് ഇതിനെ വേട്ടയാടി പിടിക്കാനുള്ള അനുവാദം നിലനിൽക്കുന്ന സ്ഥിതിക്ക് പലപ്പോഴായി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായി ഇതിന് വേണ്ടിയിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നു. ഇതിന് യാതൊരുവിധ പ്രവർത്തനവും നടന്നത് കാണുന്നില്ല. ഓരോ ദിവസവും നേരം പുലർന്ന് കൃഷിയിടത്തിലെത്തുന്ന കർഷകർ കാണുന്ന കാഴ്ച ഏറെ ഹൃദയഭേദകമാണ്. നേരത്തെ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ അനുമതി ഉണ്ടായിരുന്നെങ്കിലും ഈ ഭാഗത്തു നിന്നും കാര്യമായ രീതിയിൽ കാട്ടുപന്നികളെ വെടിവെക്കുന്ന നായാട്ട് പോലുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നില്ല. അടിയന്തരമായി കാട്ടുപന്നികളുടെ ആക്രമണം പ്രതിരോധിച്ചില്ലെങ്കിൽ മാവൂർ പാടത്തെ കർഷകരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവും എന്നാണ് കർഷകർ പറയുന്നത്. ജനം, കോഴിക്കോട്.